ഹലോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സില് നമ്മുടെ ഝട്പട്ട് ഓർ നട്ട്കട്ട് എങ്ങനെയാണ് അവര് രണ്ടുപേരും സ്കൂളിലേക്ക് പോണ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ കാണുന്നതും ഒക്കെ നമ്മള് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇവിടെ വരെ എത്തി. അവര് വെള്ളത്തില് നദിയിൽ വീണിട്ട് ആര് വീണു? ഝട്പട്ട് വീണു അല്ലേ? ഝട്പട്ട് അല്ല, ഝട്പട്ട് എന്താ നട്ട്കട്ടാ വീണ്. ഝട്പട്ട് എന്താണ് ചാടി അവനെ രക്ഷിച്ചു. അതാണ് കാണുന്നത്. അപ്പോ നമ്മള് ഝട്പട്ട് അവനെ രക്ഷിക്കാണ്. വെള്ളത്തിൽ ചാടിയിട്ട് അവര് അങ്ങനെ അവനെ കരയ്ക്ക് എത്തിക്കും. അങ്ങനെ നട്ട്കട്ട് ഉറക്കനെ കരയും ചെയ്യും. നിന്നിട്ട് ഝട്പട്ട് നീ അമ്മോട് പറഞ്ഞ എനിക്ക് ചീത്ത കേൾക്കും. അപ്പോ ഇല്ല, ഞാൻ പറയില്ല. അങ്ങനെ അവന് സോപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യും? അവന്റെ മാമോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കേണ്ടത് എന്താ പഠിപ്പിക്കണത്? नाव बनाना क्या सिखाता है? नटखट नटखट को नाव बनाना आता है. എന്താ നട്ട്കട്ടിന് അറിയാ? തോണി ഉണ്ടാക്കാൻ അറിയാം. ഝട്പട്ടിനോ എന്താ അറിയാ? തേരണ ആത്താ നീന്താൻ. അങ്ങനെ ഇനിയിപ്പോ രണ്ടുപേരും തുണി നനഞ്ഞു അല്ലെ? ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് വീട്ടിലേക്ക് എത്തിയാൽ എന്താണ് അമ്മ കാണുമ്പോ? മാ ജബ് ദേഖേഗി ഗുസ്സാ കരേഗി. ഗുസ്സാ കരേഗി വീട്ടിൽ നിന്ന് അമ്മ കാണുമ്പോ ഇതൊക്കെ ചീത്ത പറയുന്നു. എങ്ങനെ നിങ്ങളുടെ ഡ്രസ്സ് നനഞ്ഞത്? മഴയൊന്നുമില്ല. മോസം കേസാ താ? സാഫ് താ. സാഫ് പറഞ്ഞ എങ്ങനെയായിരുന്നു? നമ്മൾ കഥയുടെ തുടക്കത്തിൽ കാണാം. അവര് സ്കൂളിലേക്ക് പോകുമ്പോ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു? ക്ലിയർ ആയിരുന്നു. സാഫ്. കേസാ താ? സാഫ് താ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ചട്കീലി ധൂപ്. സർദിയാ അഭി ശുരു നഹി ഹോത്തി. സർദിയോ പറഞ്ഞ തണുപ്പ് ഇപ്പൊ തുടങ്ങിയിട്ടുമില്ല. മോസം സാഫ് താ. ഇല്ല, ഇവിടെ പറയണ്ട് ക്ലിയർ ആയിരുന്നു. അല്ല, മഴ എന്തെങ്കിലും പെയ്താൽ നമുക്ക് പറയാം എന്താണ് ഡ്രസ്സ് നനയാൻ കാരണം. അപ്പോ എങ്ങനെയാണ് ഡ്രസ്സ് നനഞ്ഞാല് അപ്പോ അവർക്ക് ചീത്ത കേൾക്കും. അങ്ങനെ അവര് എന്താണ് പ്ലാൻ ചെയ്യണത്? എന്താണ്? സദിയ അഭി ശുരു നഹി ഹുയി थी മൗസം സാഫ് था. ചട്കീലി ധൂപ്. എന്നാ ചട്കി ധൂപ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അത്ര ചൂട് തോന്നില്ല. ഒരു മനോഹരമായിട്ടുള്ള ചൂടാണ് തോന്നുക. എങ്ങനെ നമുക്ക് ആ ചൂടുകൊണ്ട് ധൂപ്പ് പറഞ്ഞ വെയില്, ആ ധൂപ്പ് കൊണ്ട് നമുക്ക് അത്ര ചൂട് എടുക്കാറില്ല. ചട്കീലി ധൂപ് നിക്ലി ഹുയി. ദോനോ ഭായി മജേ മേ ദോടത്തെ ചലേ ഗയേ. എന്താണ് ദോനോ ഭായി? എങ്ങനെ ദോനോ ഭായി പറഞ്ഞ? രണ്ടുപേരും എന്താ തീരുമാനിച്ചത്? തുണി ഉണങ്ങാന് മഴയൊന്നുമില്ല. മോസം സാഫ്ത. അപ്പൊ ചോട്ട നട്ട്കട്ട് എന്താണ് പ്ലാൻ ചെയ്യണത്? നമുക്ക് രണ്ടുപേർക്കും ഓട്ട മത്സരം. ഓടുക. വീട്ടിൽ എത്തുമ്പോഴേക്കും കാറ്റും വെയിലും ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ ഡ്രസ്സ് ഉണങ്ങും. അങ്ങനെയാണ് ഇവര് ഏക് ദോ തീൻ പറഞ്ഞിട്ട് അങ്ങനെ കൈ പിടിച്ച് രണ്ടുപേരും സാത്ത് സാത്ത് ദോടത്തെ ഹെ. सर्दियां अभी शुरू नहीं हुई. मौसम साफ था. चटकीली धूप निकली हुई थी. दोनों भाई मजे में ദോടത്തെ ചലേ ഗയേ. നാല പാർ കിയ. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുമ്പോ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞില്ലേ? കാണുമ്പോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോ എന്തൊക്കെയാ കാണുക? പോഖർ. പിന്നെ എന്തൊക്കെയാ കാണുക? ഒന്ന് ഓർമ്മിച്ച് നോക്കിക്കേ. പോഖർ, ബർഗത്, ഖേത്, ബാഗ്, നാല ഓർ നദി. തിരിച്ചു പോകുമ്പോഴും നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗത്, പോഖർ. അങ്ങനെ ഇവര് സാത്ത് സാത്ത് ജബ് ദോടെ तो उनको रास्ते में क्या क्या दिखा? रास्ते में വഴിയിൽ എന്തൊക്കെയാ കണ്ടത്?
എന്തൊക്കെയാ അവര് ക്രോസ് ചെയ്ത് പാർ ചെയ്യാൻ പറഞ്ഞ എന്തൊക്കെയാ കോപ്പി പീछे छोड़ दिया लेकिन അവസാനത്തിൽ അവര് ക്ഷീണിച്ചു. കപ്പടെ സൂഖ് ഗയേ ഛോട്ടെ, ഓടിയെത്തിയപ്പോ എന്താണ് നട്ട്കട്ട് എന്താണ് സൂത്രം പറഞ്ഞ് വീട്ടിൽ ചെന്ന് നമുക്ക് ചീത്ത വെക്കും. അപ്പൊ ഇത് ഉണങ്ങാൻ വേണ്ടിയുള്ള സൂത്രമാണ് ദോഡ് ലഗായ. झटपट ने हाँफते हुए, हाँफते ചെയ്യൂലേ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കഥയ്ക്ക് നമ്മള് ഹാഫ്തെ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുയെ കഹ, എന്താണ് ഓടി വന്നിട്ട് ഇങ്ങനെ കിതയ്ക്ക, ഇങ്ങനെ ദീർഘശ്വാസം വലിക്കുകയാണ്. ലേക്കിൻ ഖുഷ് ഹോത്തെ, സന്തോഷിച്ച് എന്ത് പറയണു, ആ ബടേ വാക്കൈ, ശരിയേട്ടാ ശരിക്കും, വാക്കൈ പറഞ്ഞ ശരിക്കും, എന്താണ് കപ്പടെ തോ എന്താണ് തുണിയൊക്കെ ശരി ദോഷായി, ആ ശരിയാണല്ലോ തുണി ഉണങ്ങിയില്ലോ. അപ്പൊ എന്താണ് ഒരു ഇത് നട്ട്കട്ട് ഭി കഹ, എന്താ പറഞ്ഞത്, തുണി ഉണങ്ങി. അപ്പൊ കപ്പടെ സൂഖ് ഗയേ ഛോട്ടെ, झटपट ने हाँफते हुए लेकिन खुश हो, ഓടി വന്നിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ ശ്വാസം ഇങ്ങനെ ആ സന്തോഷത്തിൽ പറയാണ് എന്ത്, വാക്കൈ ശരിക്കൂടാ, നമ്മളുടെ തുണിയൊക്കെ ഉണങ്ങി കാറ്റും വെയിലൊക്കെ കൊണ്ടിട്ട്. കപ്പടെ തോ സൂഖ് ഗയേ നട്ട്കട്ട് ने भी खुश होकर कहा, സന്തോഷമായിട്ട് പറഞ്ഞു. എന്ത് എന്ത് പറഞ്ഞു, അവർ രണ്ടുപേരും എന്താണ് തുണികള് ഉണക്കാൻ വേണ്ടിയിട്ട് ഓടി അല്ലേ. അപ്പൊ ഇനി അവർക്ക് രണ്ടുപേർക്കും എന്ത് കിട്ടില്ല, വീട്ടിൽ പോയ വഴക്ക് കിട്ടില്ല. തബ് നട്ട്കട്ട് കോ പോഖർ കിനാരെ ഏക് ചിക്കനി, അങ്ങനെ അവര് പോഖർ ഓടി ഓടി അവർ എവിടെ എത്തി, വീടിന്റെ അടുത്തുള്ളത് ഏറ്റവും അടുത്തേതാണ് പോഖർ തലാബ്. അവിടെ എത്തിയപ്പോ ക്ഷീണിതരായപ്പോ എന്താണ് പോഖർ കി കിനാരെ, അരൂല് എന്ത് കണ്ടു, ചിക്കിനി ഗിട്ടി. ചിക്കിനി ഗിട്ടി പറഞ്ഞാൽ മിനുസമുള്ള കല്ല്, ദിഖായി പടി. അപ്പൊ കല്ല് ചിക്കിനി പറഞ്ഞ മിനുസമുള്ള കല്ല് കണ്ടു. നട്ട്കട്ട് ने उसे उठा लिया, എന്താണ് നട്ട്കട്ട് അത് എടുത്തു. और तिरछे होकर उसे, തിരിച്ചിട്ട് അത് എങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ അത് ഇങ്ങനെയാണ് ഇങ്ങനെ എറിഞ്ഞു. तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती അതിൽ ചാടി തിരിച്ചിങ്ങനത്തെ ഒരു പ്രത്യേക രേഖകളിൽ അവനെ എറിഞ്ഞു. പാനിക്ക് ആ കല്ല് വെള്ളത്തിന്റെ അപ്പർ സർഫേസില്ല, പ്രീ സത്തഹ്, സത്തഹ് മുകളത്തെ ഭാഗം അവിടുന്ന് ചാടി. ഉछलती हुई दूर तक चली गई, ദൂരത്തേക്ക് പോയി. देखा देखी चटने उठाकर, അപ്പൊ സന്തോഷത്തോടെ ഒരു കല്ല് കണ്ടപ്പോ അതിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ചാടി അങ്ങോട്ട് ദൂരത്തേക്ക് പോയി. അപ്പൊ ഇവനും നട്ട്കട്ട് എറിയണ കണ്ടപ്പോ എന്താണ് झटपटും ചെയ്തു. അങ്ങനെ झटपट ने भी एक गिट्टी उठाकर फेंक दी, അങ്ങനെ झटपटും എന്ത് ചെയ്തു, ഒരു फेंक दी, लेकिन उसकी गिट्टी एकदम पानी में ഗുട്ടുപ്പ് ഹോ ഗയി. എന്താണ് ഗുട്ടുപ്പ് പറഞ്ഞാല് അതിൽ മുങ്ങിപ്പോയി. ഈ മറ്റോന്റെ അതാ വെള്ളത്തിന്റെ ഓപ്പൺ സർഫേസില് എന്താണ് മുകളില് തൊട്ടിട്ട് വേഗം അങ്ങോട്ട് അപ്പുറത്തേക്ക് ചാടിപ്പോയി. പക്ഷെ ഇവന്റെ കല്ലോ ഉള്ളിലേക്ക് പോയി. അപ്പുറത്തേക്ക് ചാടിപ്പോയില്ല. ഉछलती हुई उस तरह का पत्थर, പറഞ്ഞേ വലിയേട്ട നമ്മൾ വിളിക്കൂലേ, ബടേ പറഞ്ഞ വലുത്. തുമക്കോ ഗിട്ടി ഫേർന നെഹിയ, നിനക്ക് ഗിട്ടി ഈ കല്ല് എടുത്ത് എറിയാന് അറിയില്ല. ആ ഛോട്ടെ തും സിഖാ സക്തേ ഹോ, എന്താണ് തും സിഖാ സക്തേ ഹോ, നിനി ചെറുത്. ഹാ ഛോട്ടെ തും സിഖാ സക്തേ ഹോ, ആ എനിക്ക് പഠിപ്പിച്ചു തരുമോ. ക്യോ നെഹി അബി ലോ,
नटखट ने ध्यान से नीचे देखकर एक गिट्टी उठाई। क्यों नहीं, अभी लो। ഞാൻ പഠിപ്പിച്ചു തരാലോ. ഗിട്ടി ദേക്കറെ ഗിട്ടി ശരിക്കും നോക്കട്ടെ. മിനുസുള്ള ചിക്കിനി, ചിക്കിനി പറഞ്ഞ മിനുസുള്ള കല്ലാണ് വേണ്ടത്. ध्यान से नीचे देखकर एक गिट्टी उठाई और झटपट को दिखाते हुए बोला, झटपट ഗിട്ടി ആസി ലോ ജോ എടുക്കണം. കല്ലെടുക്കണേണ്ടി എല്ലാ കല്ലും നമുക്ക് എറിയാൻ പറ്റൂല. അപ്പൊ എങ്ങനത്തെ വേണം? ഗിട്ടി ആസി ലോ ജോ ജാത. ഗിട്ടി എങ്ങനത്തെ എടുക്കണം? എന്ത്? ഭാരമുള്ളതും. ഖുർദരി, ഖുർദരി പറഞ്ഞ ഇങ്ങനെ ഒരള്ളതുണ്ടാവും. ചിക്കനി പറഞ്ഞ മീൻസ് ഉള്ളത്. ഖുർദരി നാ ഹോ ഹൽക്കി ഓർ ചിക്കനി ഹോ. ഹൽക്കി പറഞ്ഞ വെയിറ്റ് ഇല്ലാത്തത്, ഭാരമില്ലാത്ത. ഭാരി ഹൽക്ക, ഹൽക്ക ഭാരി. ഓപ്പോസിറ്റ് വേർഡും കൂടിയാണ് കേട്ടോ, വിപരീതം. ഭാരി ഹൽക്കി, ചിക്കനി ഖുർദരി. ഖുർദരി ചിക്കനി. ഖുർദരി ചിക്കനി പറഞ്ഞ മിനുസുള്ള. അപ്പൊ നിങ്ങക്ക് ഹൽക്കി, രാത്, ദിൻ അല്ലെ, നമ്മളതൊക്കെ പഠിക്കില്ലേ? ഗീല, സൂഖ. ഇവിടെ ഡ്രസ്സ് നനഞ്ഞു, ഗീലയായിരുന്നു, പിന്നെ എന്തായി? ഉണങ്ങി. അപ്പൊ ഇതൊക്കെ വിപരീതം, ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. വിപരീതം ശബ്ദ വാലെ, വിപരീത് ശബ്ദ വാലെ, ശബ്ദ വാലെ വാക്കുകളാണ് അതൊക്കെ. അപ്പൊ വിപരീതമാണ്. അപ്പൊ എങ്ങനെയാണ്? ഗീല, സൂഖ, ഭാരി, ഖുർദരി, हल्की, चिकनी। और ഫേങ്കോ. അപ്പൊ ഇങ്ങനത്തെ കല്ലെടുത്തതും ഭാരമില്ലാത്തതും ഉണ്ടായോണ്ടാണ് അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഗുട്ടുപ്പ് പറഞ്ഞാൽ മുങ്ങിപ്പോവാ കേട്ടോ. ഉച്ചലത്തിന് മറ്റു ഭാഗത്തേക്ക് ചാടിപ്പോയി. അതാണ് അവന്റെ നട്ട്കട്ട് ചോട്ടു എറിഞ്ഞപ്പോ അത് അങ്ങനെ പോയത്. അപ്പോ എന്താ പറയണ? ഖുർദരി നാ ഹോ ഹൽക്കി ഓർ ചിക്കനി ഹോ और उसे इस तरह फेंको. ഇങ്ങനെ എറിയണം കാണിച്ചു കൊടുക്കാണ്. ലേക്കിൻ അബ് തക് ഝട്പട്ട് കാ ധ്യാൻ ബട്ട് ചുക്കാ ഥാ. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അവന് അതൊന്നുമല്ല, അവന്റെ ശ്രദ്ധ, ധ്യാൻ വേറെ എവിടെയായിരുന്നു, ശ്രദ്ധ എവിടെയായിരുന്നു? ബട്ട് ചുക്കാ ഥാ പറഞ്ഞാല് എന്താണ്? ബത്തക്കോം കോ ധ്യാൻ സെ ദേഖണം. നീന്തി കളിക്കണ, നീന്തണത് ആരാണ്? തേരത്തി. ബത്തക്കോം, ബത്തക്കോം പറഞ്ഞ എന്താണ്? താറാവുകളെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോ ചട്പട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ അവന് ആ മനോഹരമായ ദൃശ്യം ഏതാണ്? താറാവള് നീന്തിയാണ് കല്ല് എറിയാനുള്ള വിദ്യ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് എറിയേണ്ടതെന്ന്. അപ്പോ ഇതില് നമുക്ക് മനസ്സിലായി ഇപ്പൊ എന്താണ്? ഝട്പട്ടും നട്ട്കട്ടിനും പരസ്പര സ്നേഹമുണ്ട്. എങ്ങനെയായാലും भाई है, भाई और उनके बीच में കർത്തവ്യമാണ്. എന്താണ്? ബഡേ കോ ഛോട്ടെ കാ ധ്യാൻ രഖ്നാ ചാഹിയെ. ബഡേ പറഞ്ഞ വീട്ടിൽ വലിയ സഹോദരന്മാരോ സഹോദരിമാരോ, അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ചെറിയ ആൾക്കാരെ സ്നേഹത്തോടെയും കരുതലോടെ അവരെ നോക്കണം എന്നാണ്. അപ്പൊ ഈ പാഠത്ത് നമുക്ക് കിട്ടണ സന്ദേശം छोटों बड़े के और बड़े के बीच स्नेह और സ്നേഹ കാ ബന്ധൻ एक अटूट ബന്ധൻ है. ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തൊരു ബന്ധൻ ഉണ്ടെന്നാണ് പറയണത്. അപ്പോ ഈ അട്ടൂട്ട് ബന്ധൻ वो है दोनों भाइयों के बीच. നമ്മളത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് രണ്ട് ബ്രദേഴ്സിന്റെ ഇടയിൽ കേസ ബന്ധന്. എന്താണ് പോഖറിന്റെ അർത്ഥം? എന്തായിരുന്നു? തലാബ്. കോൻ നദീമേ, ആരാണ് നദിയില് കൂത്പടാ, വെള്ളത്തിലേക്ക് ചാടിയത് ആരാണ്? ഝട്പട്ട്.
कपड़े सुखाने के लिए दोनों भाइयों ने क्या उपाय सूझा? രണ്ടുപേരും എന്താണ് വെള്ളത്തിൽ നനഞ്ഞു. അവര് എന്താണ് അതില് ഐഡിയ കണ്ടുപിടിച്ച് ഉണങ്ങാൻ വേണ്ടിട്ട്? ദോഡ് ലഗായ. എന്താണ്? ദോഡ് ലഗായ. पीछे मुड़कर देखता. തിരിഞ്ഞു നോക്കലുണ്ട്. ആരാ തിരിഞ്ഞു നോക്കലുണ്ട്? സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും ഝട്പട്ട്. ആരാണ്? ഝട്പട്ട്. എന്തിനാണ് ഝട്പട്ട് എന്തിനാണ് തിരിഞ്ഞു നോക്കണത്? നട്ട്കട്ട് എവിടെയാണ്? അവൻ എപ്പോഴും പിന്നിലാവും. അപ്പോ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് ആരാണ്? ഝട്പട്ട്. ഭാഗ് സേ നട്ട്കട്ട് കോൺസാ ഫൽ തോടുത്ത. എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കണം? എന്തിനാണ്? ഇവന് ഇനി തോട്ടം കണ്ടാലോ അല്ലെങ്കിൽ കുളം കണ്ടാലോ അവിടെയൊക്കെ ഒന്ന് തങ്ങും. അവിടെയുള്ള ദൃശ്യങ്ങൾ കണ്ടിരിക്കും. ഇവന് മാങ്ങയോ അല്ലെ പേരയ്ക്കോ ഒക്കെ തോട്ടത്തിൽ നിന്ന് പറിക്കാൻ നോക്കും. അപ്പൊ അങ്ങനെ ഇവര് പിന്നെ നോക്കി നടക്കും. അങ്ങനെ അങ്ങനെയാണ് ഇവര് രണ്ടുപേരും അവസാനം എന്താണ് സ്നേഹബന്ധം ഉണ്ടായോണ്ടല്ലേ ഇവര് എന്താണ് ബട ചോട്ടേനെ നോക്കണത്. അതുപോലെ വീണിട്ടും എങ്ങനെയാണ് നട്ട്കട്ട് രക്ഷിച്ച് ഝട്പട്ട്. പിന്നെ അവര് തുണി ഉണക്കാൻ നനഞ്ഞിട്ട് എങ്ങനെയാണ്? അപ്പോഴും അവര് രണ്ടുപേരും ഒത്തൊരുമ. അങ്ങനെയാണ് വെച്ചാൽ ചിലപ്പോ ഇവര് രണ്ടുപേരും പരസ്പരം സ്നേഹമുണ്ട്. ചിലപ്പോ ഒന്ന് സ്നേഹം ഇല്ലെങ്കിലോ എനിക്ക് അപ്പോഴെന്താണ് ഓടിയാലേ നമുക്ക് ഡ്രസ്സ് ഓടിയത്. ഓടിയപ്പോ എന്താണ് ഡ്രസ്സ് ഉണങ്ങി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഗിട്ടി ഫെയറിന് അവന് എന്താ കല്ല് എറിയാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ട. അപ്പൊ എങ്ങനത്തെ കല്ല് വേണം? ഹൽക്ക ഓർ ചിക്കിനി. ഹൽക്ക കുറവുള്ളതും സാഫ്ത. പിന്നെ ആരെ കാലാണ് വഴിക്കുക? എങ്ങനെ വെള്ളത്തിൽ വീണ് ആരെ കാലാ വഴിക്കിയത്? നട്ട്കട്ടിന്റെ. അവന് എങ്ങനെ നദീ തീരത്ത് നിൽക്കുന്നു. പെട്ടെന്ന് കാല് വഴുക്കി അവനവിടെ വെള്ളത്തിൽ വീഴ. വെള്ളത്തിന് ഒഴുക്കുണ്ടാവും. അപ്പൊ ज्यादा बहाव था इसलिए वो पानी में बह गया. उसी समय झटपट पानी में नदी में कूदा और नटखट की को पकड़ लिया और किनारे കൊടുന്നു. ഒരു രണ്ട് സഹോദരന്മാരുടെ പരസ്പര സ്നേഹവും അവരെ കരുതലും കൂടിയാണ് ഈ കഥയിൽ നമുക്ക് മനസ്സിലാവണം. എല്ലാരും നല്ല പോലെ സ്റ്റോറി വായിച്ചു നോക്കുക. ഇതിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തൊക്കെയാണ് ഇതില് കാണുന്നത്? എന്താണ്? കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. ആർക്കാണ് കാഗസ് കി നാവ് ബനാന ആത്താ ഹെ? ഒന്ന് ആർക്കാ ആത്താ ഹെ? കിസ്കോ ആത്താ ഹെ കാഗസ് കി നാവ്? നട്ട്കട്ട് അല്ലെ? ആർക്ക് പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാൻ? കാഗസ് പറഞ്ഞത് പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയാം. നട്ട്കട്ടിന്. നദി മേ തൈർന ആത്താ ഹെ. ആരാണ് നട്ട്കട്ട്? नदी बाग में से आम तोड़ता है. माँ से बाग से आम तोड़ता है. ആരാണ്? സ്കൂളിലേക്ക് പോകുമ്പോ എന്താണ്? സ്കൂളിലേക്ക് പോകുമ്പോ തോട്ടത്തിൽ ആരാ കയറുക? അതും നട്ട്കട്ടാണ് അല്ലെ? അപ്പൊ കാഗസ് കി നാവ് ബനാ അതാരായിരുന്നു? നട്ട്കട്ട്. നദി മേ തൈർനാ था അത് झटपट. बाग से आम तोड़ता है नटखट. माँ से शिकायत करता माँ से शिकायत. നടപ്പില്ല ഈ നട്ട്പട്ട്. ബർഗത് की जड़ी पकड़कर झूला झूलता है. ബർഗത്തിന്റെ പേട് പിടിച്ചിട്ട് ആടുന്നത് ആരാണ്? അതും ആരാണ്? നട്ട്കട്ട്. छोटे का हाथ पकड़कर दौड़ता है. ചെറുതിന്റെ കൈ പിടിച്ച് ഓടും സ്കൂളിലേക്കും. അതാരാണ്? അതാരാണ്? झटपट.
അപ്പൊ छोटे का हाथ पकड़कर दौड़ता है അത് झटपट. അപ്പൊ ഇതില് ഏതൊക്കെയാണ് നട്ട്ഖട്ട് നട്ട്ഖട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? कागज की नाव बनाता है, बाग से आम तोड़ता है, बरगद की जड़ें पकड़कर झूला झूलता है. झटपट नदी में तैरना आता है, माँ से शिकायत करता है, छोटे का हाथ पकड़कर दौड़ता है. ഇതാണ് അവിടെ എന്തൊക്കെ ഇവർക്ക് അറിയേണ്ട, എന്തൊക്കെയാണ് ഇവർക്ക് രണ്ടുപേർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. ഒരാൾക്ക് ഉണ്ടാക്കാൻ അറിയാം, ഒരു കല്ലെറിയാൻ അറിയാം, നീന്താൻ അറിയില്ല, മറ്റോനെ അറിയണത് ഇവനും അറിയില്ല. പക്ഷെ രണ്ടുപേർക്കും സ്നേഹമുണ്ട്, സഹോദര സ്നേഹം. അതാണ് ഈ പാഠത്തിലെ ഏറ്റവും വലിയ സന്ദേശം. അതാണ് ഏറ്റവും വലിയ സന്ദേശം. ഇതാണ് ഏറ്റവും വലിയ സന്ദേശം. എന്ത് ഏറ്റവും വലിയ? സഹോദരൻ സഹോദരിയോ ഏട്ടനോ അനിയനൊക്കെ നമ്മളുടെ പ്രതി എന്തുണ്ടാവും? ഒരു കരുതലും സ്നേഹവും ഉണ്ടാവും. എവിടെ പോകുമ്പോഴും. വീട്ടിൽ നമ്മൾ എങ്ങനെയെങ്കിലും വഴക്കൂടലും ഇതൊക്കെ ആവും. പക്ഷെ പോകുമ്പോ എന്താണ് ഉണ്ടാവും. അപ്പോ നമ്മുടെ കഥ ബടാ था നട്ട്കട്ട് ചോട്ട. പിന്നെ ഝട്പട്ട് ഓർ നട്ട്കട്ട് കോൺ തെ, അവരൊക്കെ ഭായിയായിരുന്നു അല്ലെ. പിന്നെ അവർ രണ്ടുപേരും എത്ര വയസ്സ് ചെറുതാണ്? 2 വയസ്സ്. ഒരാള് 5ലും ചെറിയ ആള് നട്ട്കട്ട് 3ലും. പിന്നെ അവരെവിടെ നിന്ന് താമസിച്ചിരുന്ന? ഒരു ഗാവില്. രണ്ടുപേരും സ്കൂളിലേക്ക് പോയിരുന്നു. എങ്ങനെ പോയിരുന്നു? നടന്നു പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ എന്തൊക്കെയാ കാണുക? പോക്കർ, പിന്നെ ബർഗത്, എന്തൊക്കെയാ കാണാ? ശരിക്കും ആ ഓർഡറിൽ പഠിക്കുക കേട്ടോ. പോക്കർ, ബർഗത്, ഖേത്ത്, ബാഗ്, നാല ഓർ നദി. അപ്പൊ झटपट എങ്ങനെയാ നടക്കുക? സ്പീഡ് സ്കൂളിലേക്ക് തേജ് സ്പീഡിൽ നടക്കും. പിന്നെ നട്ട്ഖട്ടോ ധീരെ ധീരെ. അപ്പൊ ധീരെ ധീരെ ചെല്ലാം. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഈ ചോദ്യം നോക്കിക്കേ. ഇതിലാണ് എന്താണ്? കഹാനി സെ ശബ്ദ ജോഡെ ചുനെ അപ്നെ വാക്യോं में प्रयोग. भाई और मैं साथ साथ पढ़ते और साथ साथ ही खेलते. और साथ साथ അവർ രണ്ടുപേരും ഒരുമിച്ച് ഓടി സ്പീഡിൽ നടന്നു. ചലന അവർ പതുക്കെ. അപ്പൊ ഇവിടെ ഉണ്ട് झटपट को तैरना आता है. അപ്പൊ ഇവിടെ झटपट धीरे धीरे, झटपट तेज तेज चलता है അല്ലെ. അതുപോലെ ഇവിടെ നട്ട്കട്ട് തേർന്ന ആത്ത ഹെ, നട്ട്കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തു, ഉദാഹരണം കൊടുത്തു. എന്താണ്? മുझे സൈക്കിൾ ചലാന ആത്ത. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയാം? അപ്പൊ മുझे ഖാന ബനാന ആത്ത ഹെ അല്ലേ. മുझे ഖാന ബനാന आता है. मुझे चित्र बनाना आता है. मुझे चित्र बनाना आता है. എങ്ങനെ എഴുതാ? मुझे मुझे चित्र बनाना आता है.
ഇപ്പൊ എന്തൊക്കെയാ അറിയുന്ന? മുझे चित्र बनाना आता है, मुझे खाना बनाना आता है, मुझे खाना बनाना आता है. എനിക്ക് പാചകം ചെയ്യാൻ അറിയാം, ചിത്രം വരയ്ക്കാൻ അറിയാം, പിന്നെന്താ അറിയാ? खाना, साइकिल. तो साइकिल चलाना आता है, मुझे खाना बनाना आता है, मुझे कपड़ा धोना आता है. എന്താണ് കപ്പട? കപ്പട പറഞ്ഞാൽ എന്താണ്? തുണി അല്ലേ? മുझे കപ്പട കപ്പട ധോന ആത്താ ഹെ. അപ്പൊ ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയും അതൊക്കെ എഴുതണം. മുझे കപ്പട ധോന ആത്താ ഹെ. ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയണത് അതൊക്കെ എഴുതാം. ഇങ്ങനത്തെ ഇനി നമുക്ക് അടുത്ത പേജിൽ വേറൊരു ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് ഭായി ലോഗോ ക്യാ ക്യാ ആത്താ ഹെ. എന്തൊക്കെയാണ് ഭായി ലോഗോ അറിയാമല്ലോ. ഒരാൾക്ക് ഫസ്റ്റ് എന്താണ്, ഒരാൾ ധീരെ ധീരെ ചലത്താ ഹെ, ആരെ നട്ട്കട്ട്, മറ്റോന് ചട്പട്ട് തേസ് തേസ്. ചട്പട്ടിന് നീന്താൻ അറിയാം. പിന്നെ മറ്റോനോ നീന്താൻ അറിയില്ല, ഗിട്ടി കല്ല് എറിയാൻ അറിയാം, തോണി ഉണ്ടാക്കാൻ അറിയാം, ഇതൊക്കെ അറിയാം. അപ്പൊ നമ്മള് പിന്നെ അതുപോലെ മാങ്ങ പറിക്കും, ഊഞ്ഞാലാടും, ഇതൊക്കെ ചെയ്യാൻ അറിയാം. ഇതിലൊന്നും ചട്പട്ട് നിൽക്കില്ല, അവൻ സ്പീഡിൽ എല്ലാ കാര്യവും ചെയ്യും. അപ്പൊ ഇതില് നമുക്ക് കാണാം സഹി പ്രസ്താവ് ചുൻകർ ലിഖിയ. സഹി പ്രസ്താവ് പറഞ്ഞ ശരിക്കുള്ള എന്താണ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ദോനോ ഭായി അപ്നെ ഗാവ് മേ സ്കൂൾ മേ പഠത്തെ ഹെ. എന്താണ് ഇത്, ശരിയാണോ തെറ്റ്, ട്രൂ ഓർ ഫോൾസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ശരിക്കുള്ള എന്താണ്, ദോനോ ഭായി അപ്നെ ഗാവ് മേ. അപ്നെ ഗാവ് അവരെ ഗാവിലായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നവര് അല്ല. ഏതിലാ പോയിരുന്നത്? നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം എന്താണ് അവര് ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫില് പറയും സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി ദൂസരെ ഗാവ് മേ. അവര് ദൂസരെ ഗാവിലാണ് പോയിരുന്നത്. അപ്പൊ ഈ സെന്റൻസ് എന്താണ്, തെറ്റാണ്. നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് നോക്കി, വേ ഗാവ് മേ രഹത്തെ थे, स्कूल उनके गांव में नहीं, दूर दूसरे गांव में था. दूसरे गांव में जाके पढ़ते थे. उनके गांव में स्कूल नहीं था. അവരെ ഗാവത്തെ സ്കൂളിലല്ല പഠിച്ചിരുന്നത്. उनके गांव का स्कूल में नहीं पढ़ते थे, वो दूसरे गांव के स्कूल में जाके पढ़ते थे. अपने ഗാവാണ്, ദൂസരെ ഗാവാണ് വേണ്ടത്. चिट्ठी पहनना आता था. नटखट हमेशा नटखट हमेशा रोते, എന്താണ് റോത്തെ പോയി പോയിരുന്നാണോ? അല്ല, അവൻ നല്ല സന്തോഷത്തോടെ പോയിരുന്നു. പക്ഷെ വഴിയിലൊക്കെ താങ്ങും, അവൻ കരഞ്ഞിട്ടല്ല സ്കൂളിലേക്ക് പോയിരുന്നു. ബഡാ ഭായി പാഞ്ച്വി കക്ഷാ മേ പഠിത്താ ഹെ. ബഡാ ഭായി ഏത് ക്ലാസ്സിലായിരുന്നു? പാഞ്ച്വി, ശരിയല്ലേ? മറ്റോനോ തീസരി കക്ഷാമി. അപ്പൊ നമ്മള് പാഠം വായിച്ചാൽ ഇത് ശരിക്ക് കിട്ടുള്ളൂ കേട്ടോ. ബഡാ ഝട്പട്ട് ഏത് ക്ലാസ്സിലാ പഠിച്ചിരുന്നത്? പാഞ്ച്വി. മറ്റേ കുട്ടിയോ तीसरी 2 साल, 2 साल का से छोटा. नटखट 2 साल छोटा था और झटपट से. नटखट എത്ര വയസ്സ് ചെറുതായിരുന്നു झटपटिനോട്? 2 വയസ്സ്. झटपट को स्कूल के रास्ते में कई बार छोटे का इंतजार करना पड़ता. അത് ശരിയല്ലേ? झटपट സ്കൂളിലേക്ക് രണ്ടുപേരും സ്കൂളിലേക്ക് പോകുമ്പോ എന്താണ്, झटपटिനെ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അല്ലേ? झटपट को स्कूल के रास्ते में कई बार छोटे का इंतजार करना पड़ता है. വഴിയിൽ എപ്പോഴും
സ്കൂളിൽ ഇന്തസാർ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. അപ്പൊ രാസ്തേ വഴിയിൽ എപ്പോഴും കാത്തിരിക്കണം. അപ്പൊ ഈ രണ്ട് അങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ്ങും പിന്നെ ശരിയുള്ള പ്രസ്താവ്, ശരിയുള്ള സെന്റൻസ് ഏതാണ്. അപ്പൊ ടെക്സ്റ്റ് നന്നായി വായിച്ചാലേ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഞാനൊന്നുകൂടി പറയാം. എന്താണ് ഇവന് നട്ട്കട്ടിന് മാങ്ങ പറിക്കാനും തോണി ഉണ്ടാക്കാനും കല്ലെറിയാനും ഇതിനൊക്കെ അവനറിയാം. അതുപോലെ ബർഗത്തിന്റെ ആൽമരത്ത് ഊഞ്ഞാൽ, ബർഗത് കി പേട് കി ജഡോ സെ ഝൂല ഝൂലതാ ഥാ. ഝൂല പറഞ്ഞ ഊഞ്ഞാലാടാൻ അറിയാം, അതൊക്കെ അറിയാം അവന്. മറ്റവനും ഝട്പട്ട് എന്താണ് നദിയില് ചാടി രക്ഷിക്കും, അപ്പൊ തേർന ആത്താ ഥാ. പിന്നെ അവന്റെ അമ്മോട് ശിക്കായത് കർത്ത, ശിക്കായത്ത് പറഞ്ഞാൽ കംപ്ലൈന്റ് പറയും, ഇവൻ എപ്പോഴും സ്പീഡിൽ നടക്കുന്നു, തേജ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കുക, എന്നാലേ നമുക്ക് ശരിക്കുള്ള പ്രസ്താവ് എന്താണ് ശരിയുള്ള സെന്റൻസ് ഈ പാഠത്തുനിന്ന് ബേസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളോട് നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാനാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് അതുപോലെ തോണി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നീന്തക്കം പഠിപ്പിക്കാനോ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായാൽ അത് എഴുതാനാ പറഞ്ഞത്. അടുത്ത നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കിയത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ജട്ട്പട്ടിന് എന്താണ് പിന്നെ നട്ട്കട്ടിനെ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് സ്കൂളിൽ ഒരു അനുമോദന ചടങ്ങ് ഉണ്ടാവുന്നുണ്ട്. അതില് അവനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. അപ്പൊ നമ്മൾ സ്കൂളിന്റെ പേര് എഴുതാം, പിന്നെ എന്തിനെ കുറിച്ചിട്ടാണ്. എപ്പോഴും പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം സ്കൂളിന്റെ പേര്, എന്താ വിഷയം, അനുമോദനമാണ്. അപ്പൊ ഇവിടെ ബധായി ആണ് കേട്ടോ, ബധായി സമാറോഹ്, ബധായി അനുമോദിക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സമയ അല്ല തിഥി, സമയ, സ്ഥാൻ. സ്ഥിതി പറഞ്ഞാൽ എന്നാ ഡേറ്റ്, പിന്നെ എന്താണ് സമയം ടൈം, സ്ഥാൻ പറഞ്ഞ എവിടെ നിങ്ങൾ നടത്തണം, സ്കൂൾ ഹാളില്. അങ്ങനെ ഗസ്റ്റ് ആരാണ്, അതിഥി ആരാണ്, ചീഫ് ഗസ്റ്റ് നമ്മുടെ പ്രധാന അധ്യാപകോ, അങ്ങനെ. പിന്നെ സബ്കാ സ്വാഗതം, അങ്ങനെ ഒരു പോസ്റ്റർ കളർഫുൾ ആയിട്ട് ഉണ്ടാക്കണം. പിന്നെ അടുത്തെന്താ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങള്, നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെങ്കിൽ ആപ്കോ തേർനാ നഹീ ആത്താ നട്ട്കട്ട് കി ജാൻ ബച്ചാനെ കെ ലിയെ ആപ് ക്യാ കർത്തെ. അപ്പൊ നിങ്ങൾക്ക് നീന്താൻ അറിയില്ല, അപ്പൊ നിങ്ങൾ ആ സ്ഥാനത്ത് ജട്ട്പട്ടിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു, നട്ട്കട്ടിനെ എങ്ങനെ രക്ഷിക്കും? അല്ല ആൾക്കാരെ വിളിച്ചു കൂട്ടുക, അല്ലെങ്കിൽ അല്ല കയറോ എന്തെങ്കിലുമൊക്കെ എടുത്തവന്റെ ജീവൻ രക്ഷിക്കാം. അടുത്തത് എന്താണ് ചോദ്യങ്ങള്, നമ്മൾ സെന്റൻസ് മാറ്റി എഴുതാനാണ്. അങ്ങനെയാണ് समझे और लिखे, नमूने देखे, नमूने एग्जाम्पल्स, रेखांकित अंश पर ध्यान दे, अर्थ भेद समझे. झटपट दौड़ लगाता है, झटपट दौड़ लगा रहा है, झटपट और नटखट दौड़ लगाते हैं, झटपट और नटखट दौड़ लगा रहे हैं. अപ്പൊ लगाता അത് लग रहा है അല്ലെങ്കിൽ लगा रहा है അങ്ങനെ വരും. मछली तैरती है, मछली तैर रही है, नदियों बहती है, नदियां बह रही है. അവർ ബഹത്തി ഹെ, ബഹറേർ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രസന്റ് ടെൻസ് പോലെയാണ് അല്ലെ, അവര് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഇതാണ് പറയണത്. മച്ഛലി തേറി, മീനുകള് നീന്തിക്കൊണ്ടിരിക്കുന്നു, മച്ഛലികൾ നീന്തുന്നു. ഇതാണ് ഇതിന് വ്യത്യാസം. എന്താണ് झटपट ഓടുന്നു, झटपट ഓടിക്കൊണ്ടിരിക്കുന്നു, ഓട്ട മത്സരം നടത്തുന്നു. ഇത് എന്താണ് झटपट और नटखट दौड़ लगाते, അവര് ഓടിക്കൊണ്ടിരുന്നു, ദോട് ലഗാത്ത ഒരു മത്സരം. ഇത് എന്താണ് എന്താണ് ഓട്ട മത്സരത്തില് ഓടിക്കൊണ്ടിരിക്കുന്നു അവര് മത്സരം തുടങ്ങാൻ എന്താണ് ലഗാത്തെ ഹെ, അവര് മത്സരം തുടങ്ങിയിട്ടില്ല, അപ്പൊ അതിന്റെ മുമ്പ് അവർ ഓടാൻ പോവാണ്. അപ്പൊ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മച്ഛലി തേർത്തി ഹെ, മീന് ഇങ്ങനെ നീന്തുന്നു പറയും, ഇവിടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. നദിയ ഒഴുകുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ ഇതുപോലെ നട്ട്കട്ട് റോത്താ ഹെ, അപ്പൊ നട്ട്കട്ട് റോത്താ ഹെ എങ്ങനെയാണ് വരിക? ഇതുപോലെ തന്നെ നമ്മള് മറ്റു സെന്റൻസും മാറ്റണം. നട്ട്കട്ട് റോത്താ ഹെ, നട്ട്കട്ട് रो रहा है.
നട്ട്കട്ട് കരഞ്ഞു, കരഞ്ഞോണ്ടിരിക്കുന്നു, അങ്ങനെ വരും. അപ്പൊ റോ രഹാ ഹെ, ഇങ്ങനെ നട്ട്കട്ട് റോ രഹാ ഹെ. झटपट और स्कूल, झटपट और नटखट. അപ്പൊ नटखट और इങ്ങനെ नटखट रो रहा है, नटखट रो रहा है. പിന്നെ झटपट और नटखट स्कूल से आ रहे हैं, झटपट और नटखट स्कूल से आते हैं. झटपट, झटपट और नटखट स्कूल से आते हैं. आते हैं. तो झटपट और नटखट स्कूल से आते हैं. नेक्स्ट वन എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? नाव चल रही है, नाव चलती है. എങ്ങനെ എഴുതാം? नाव चलती है. नाव चल रही है, नाव चलती है. नेक्स्ट वन, सर्दियां शुरू होती है, सर्दियां शुरू हो रही है. സർദിയാൻ പറഞ്ഞ എന്താ? തണുപ്പ്. സർദിയാ सर्दियां शुरू हो रही है. അപ്പൊ ഇതുപോലെ നമ്മൾ സെന്റൻസ് മാറ്റി എഴുതേണ്ട നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരും. അപ്പൊ അതുപോലെ മാറ്റി എഴുതേണ്ടി വരും. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്ത്രീലിംഗം പുല്ലിംഗമാണ്. എറി, ടാ, അതൊക്കെ ചിഹ്നങ്ങള് വരുമ്പോൾ അങ്ങനെ എഴുതണ്ട്. സ്ത്രീലിംഗം പുല്ലിംഗിലും നമ്മുടെ തീ, രഹി, രഹി, പിന്നെ ആരഹി ഹെ, അങ്ങനത്തെയൊക്കെ നമ്മൾ സെന്റൻസ് മാറ്റി എഴുതണം. പുല്ലിംഗ് പറയുമ്പോ ഹോത്താ ഹെ, റോത്താ ഹെ, ജാത്താ ഹെ, അങ്ങനത്തെ വാക്കുകൾ വരും. സ്ത്രീലിംഗിലോ രോത്തി ഹെ, ആത്തി ഹെ, സോത്തി ഹെ, ഗാത്തി ഹെ, അങ്ങനത്തെയൊക്കെ വരും. അപ്പൊ സ്ത്രീലിംഗം പുല്ലിംഗം അധികം ഈന്റെ ചിഹ്നമുള്ള വള്ളിയാണ് വരിക. ഊത്തി, ജാതി, ഗാത്തി ഒക്കെ. അപ്പൊ നമ്മളെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നല്ലപോലെ ഇത് സ്റ്റോറി വായിക്കുക, എന്നിട്ട് ടെക്സ്റ്റിലത്തെ എല്ലാ ചോദ്യങ്ങളും ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.